Once again, welcome back to KCS classes. This is Kiran CS. Today we can discuss the next important topic from financial management, that is international sources of finance. ഒരു കമ്പനിക്ക് ഔട്ട്സൈഡ് കൺട്രിയിൽ നിന്ന് ഏതൊക്കെ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ഫണ്ട് റേസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ നമ്പർ 1 സോഴ്സ് ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ്, നമ്പർ 2 foreign currency convertible bonds, number 3 external commercial borrowings, number 4 includes some other source. അതിൽ നമ്പർ 1 പോയിന്റ് ആയിട്ട് വരുന്നത് ഡെഫേർഡ് ക്രെഡിറ്റ്, നമ്പർ 2 ബിൽസ് ഡിസ്കൗണ്ടിങ്, നമ്പർ 3 സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ സോഴ്സസ് ഓഫ് ഫിനാൻസ്. സോ 1 by 1 ആയിട്ട് നമുക്ക് കാണാം. സോ നമ്പർ 1 ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ് ആണ്. പലപ്പോഴും കുട്ടികൾക്ക് ഏറ്റവും ഡൗട്ട് വരുന്നൊരു ടേമാണ് എന്താണ് ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ്, എന്താണ് ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ട് നമുക്കിന്ന് പോവാം. സോ ഒരു കമ്പനിക്ക് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ നടത്തി ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് നമുക്കറിയാവുന്നതാണ്. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, അതിലൂടെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം. ബട്ട് ഒരു കമ്പനിക്ക്, ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ നടത്തി ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പ്രൊസീജിയർ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ എങ്ങനെയായിരിക്കും ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ നടത്തി ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിക്കുന്ന പ്രൊസീജിയർ നമുക്കൊന്ന് നോക്കാം. അതിൽ നമ്പർ 1 സ്റ്റെപ്പ് എന്ന് പറയുന്നത് എത്രത്തോളം ഷെയർ ആണോ ഇഷ്യൂ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇന്ത്യൻ കമ്പനി എത്രത്തോളം ഷെയർ ആണോ ഇഷ്യൂ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഒരു ഡൊമസ്റ്റിക് കസ്റ്റോഡിയനെ ഇൻഫോം ചെയ്യലാണ് നമ്പർ 1 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ കമ്പനി എത്രത്തോളം ഷെയർ ആണ് ഇഷ്യൂ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഒരു ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ ഹോൾഡ് ചെയ്യും. ദാറ്റ്സ് ഈ നമ്പർ 1 സ്റ്റെപ്പ്. ഇന്ത്യൻ കമ്പനി ദെൻ ഇൻഫോം ചെയ്യുന്നു എവിടേക്ക്, ഈ ഡൊമസ്റ്റിക് കസ്റ്റോഡിയന്. ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ നെക്സ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ആക്ടിവിറ്റി, ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ വാണ്ട് ടു ഇൻഫോം ദി ഇഷ്യൂ ഡീറ്റെയിൽസ് ടു എ ഫോറിൻ ബാങ്ക് ആൻഡ് ഓവർസീസ് ബാങ്കുമായിട്ട് ഈ ഡീറ്റെയിൽസ് കൺവേ ചെയ്യലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സോ ഓവർസീസ് ബാങ്കുമായിട്ട് കൺവേ ചെയ്യുന്നു ഇത്രത്തോളം ഷെയർ ഇഷ്യൂ നടത്താൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫോറിൻ ഒരു ബാങ്കുമായിട്ട് കൺവേ ചെയ്യുന്നു. ദറ്റ് മീൻസ് എൻ ഓവർസീസ് ബാങ്ക്. ഈ പറയുന്ന ഓവർസീസ് ബാങ്ക് നെക്സ്റ്റ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്, ഏതൊക്കെയാണോ ഇൻവെസ്റ്റേഴ്സിന് താല്പര്യമുള്ളത് അവരുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, ഇൻഫോം ചെയ്യലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സോ ഇന്ത്യൻ കമ്പനി ഒരു കസ്റ്റോഡിയൻ, ഡൊമസ്റ്റിക് കസ്റ്റോഡിയനെ ഇൻഫോം ചെയ്യുന്നു. ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ ഒരു ഓവർസീസ് ബാങ്കിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓവർസീസ് ബാങ്കാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്, ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യൻ കമ്പനി, അവർ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഓവർസീസ് ബാങ്കിലാണ്, അവർ ഡിപ്പോസിറ്റ് ചെയ്യാണ്. സോ ഈ ഡിപ്പോസിറ്റിന് തിരിച്ച് ഓവർസീസ് ബാങ്ക് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന അക്നോളജ്മെൻറ്റ്, ആ റിസീപ്റ്റിനെയാണ് നമ്മൾ ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ് എന്ന് പറയാൻ കാരണം, ഈ പറയുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓവർസീസ് ബാങ്കിലാണ്. സോ ആ ബാങ്ക് തിരിച്ചു കൊടുക്കുന്ന അക്നോളജ്മെൻറ്റ് റിസീപ്റ്റ്സിനെയാണ് നമ്മൾ ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇക്വിറ്റി ഷെയർസ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനാണ് ഇഷ്യൂ നടത്തി ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ അതിനാണ് നമ്മൾ ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ് എന്ന് പറയുക. സോ അതിൻ്റെ സ്റ്റെപ്പുകൾ ഞാൻ ഒന്നുകൂടിയും പറയുന്നു. ഇന്ത്യൻ കമ്പനി, ദെൻ കസ്റ്റോഡിയൻ ഓഫ് ഇന്ത്യൻ ഡൊമസ്റ്റിക് കമ്പനി, അത് ഫോറിൻ ഓവർസീസ് ബാങ്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓവർസീസ് ബാങ്ക് ആണ് ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന. ഇൻവെസ്റ്റേഴ്സ് അവസാനം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓവർസീസ് ബാങ്കിലാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് സിംപ്ലി ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ്. ഇനി ഒരു ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ 10 ഇക്വിറ്റി ഷെയർസ് ആണ്. ഓക്കെ, 1 DR is equal to 10 ഇക്വിറ്റി ഷെയർസ്. ദെൻ ഈ പറയുന്ന ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ് അവർക്ക് ഇൻവെസ്റ്റേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഒരു കാരണവശാലും വോട്ടിംഗ് റൈറ്റ്, DR ആണ് എടുത്തിട്ടില്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ദെൻ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ് നെക്സ്റ്റ് നമുക്ക് നോക്കാം. മെയിൻലി 3 ടൈപ്സ്. നമ്പർ 1 ADR, നമ്പർ 2 GDR, നമ്പർ 3 IDR. ഇതാണ് 3 ടൈപ്സ് ഓഫ് ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ്. സോ ADR മീൻസ് വാട്ട്? അമേരിക്കൻ ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ്, അതിനെയാണ് പറയുക ADR. ഒരു ഇന്ത്യൻ കമ്പനിക്ക് US യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലോട്ട് ഷെയർ ഇഷ്യൂ നടത്തി, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ നടത്തി ഫണ്ട് റേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനാണ് പറയുക അമേരിക്കൻ ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ്, ADR.
Okay. Number 2, global depository receipts. Other than America, US അല്ലാണ്ട് വേറെ മറ്റേതെങ്കിലും കൺട്രിയിൽ നിന്നാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ അതിനെയാണ് പറയുക GDR. ഫോർ എക്സാമ്പിൾ യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ നമ്മൾ GDR ആണ് ഇഷ്യൂ നടത്തുന്നത്. സോ ദാറ്റ് ഈസ് സിംപ്ലി നോൺ ആസ് GDR. ഇനി വൺ മോർ IDR ഈസ് ദർ, ഇന്ത്യൻ ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ്. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോറിൻ കമ്പനിക്ക് ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ ആ ഇഷ്യൂ നടത്തുന്ന ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് പോകുന്ന ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സിനെയാണ് പറയാം ഇന്ത്യൻ ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ്, IDR. So these are the 3 important types of depository receipts. So ഇവിടെ ADRും GDRും ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ് ഇന്ത്യൻ കമ്പനീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യണം ഈ ഇന്ത്യൻ കമ്പനിക്ക് എങ്കിൽ അവർ ഡിപ്പെൻഡ് ചെയ്യേണ്ട മെയിൻ സോഴ്സാണ് ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈം ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, മൂവിങ് ടു നമ്പർ 2, foreign currency convertible bonds. That is the second important source, foreign currency convertible bonds. സോ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ബോൺസ്, ദാറ്റ് മീൻസ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ നടത്തി ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ് ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോൺസ്. സോ അതിൻ്റെ പെക്യുലാരിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോൺസ് ഒരു ഇന്ത്യൻ കമ്പനി ഈ പറയുന്ന ഫോറിൻ ഔട്ട്സൈഡ് കൺട്രിയിലോട്ട് ഇഷ്യൂ നടത്തുന്നു. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ഈ ബോൺസ് എടുത്ത് നമുക്ക് ഫണ്ട് ഈ പറയുന്ന ഇന്ത്യൻ കമ്പനിയിലോട്ട് കൊടുക്കാം. സോ ആസ് യൂഷ്വൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ടായിരിക്കും, 5-6 വർഷം ഉണ്ടായിരിക്കും ആ ബോണ്ടിന്. സോ ആ ടൈം പീരീഡ് വരെ പ്രോപ്പറായിട്ട് ഇൻട്രസ്റ്റ് ഇന്ത്യൻ കമ്പനി ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന് പേ ചെയ്യണം. ദെൻ ഈ 5 കൊല്ലോ 6 കൊല്ലോ അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ച് ഇന്ത്യൻ കമ്പനി ഇക്വിറ്റി ഷെയർസ് കൊടുക്കുന്നതാണ്. സോ ദാറ്റ്സ് ഈ പെക്യുലാരിറ്റി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോൺസ്. ഇന്ത്യൻ കമ്പനിക്ക് ഔട്ട്സൈഡ് കൺട്രിയിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യണം ത്രൂ ബോൺസ് ആണെങ്കിൽ, ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോൺസ് ആണ് അവർ ഇഷ്യൂ നടത്തണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് വരെ പ്രോപ്പറായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം. അതിനുശേഷം ഈ പറയുന്ന ഫണ്ടിന് പകരം ആഫ്റ്റർ 5 years അവരുടെ മെച്യൂരിറ്റി ടൈം പീരീഡ് കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർസ് ആണ് ദേ ക്യാൻ കൺവേർട്ട് ദെയർ ഡിബഞ്ചർ അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു അതിൽ നിന്ന് അവർക്ക് നെക്സ്റ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സായിട്ട് കമ്പനിയുടെ മാറാൻ പറ്റും. So that's the peculiarity of foreign currency convertible bonds. Okay, so that's the second important source. And moving to third one, external commercial borrowings. Simply നമുക്ക് ഫോറിൻ അല്ലെങ്കിൽ ബാങ്കുകളെ ഡിപ്പെൻഡ് ചെയ്യാം. കൂടുതൽ കമ്പനീസ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഔട്ട്സൈഡ് ഇമ്പോർട്ടൻറ്റ് ബാങ്കുകൾ, ഫോറിൻ ബാങ്കുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ലോൺ അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലോൺ എടുക്കാൻ പറ്റും, പ്രോപ്പറായിട്ട് ഇൻട്രസ്റ്റ് പേ ചെയ്യണം എന്ന് മാത്രം. സോ ദാറ്റ്സ് ദി തേർഡ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ്, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ്. ആൻഡ് മൂവിങ് ടു ഫോർത്ത് വൺ, സം അതർ സോഴ്സസ്. സോ അതർ സോഴ്സിൽ നമ്പർ 1 എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്, ഡെഫേർഡ് ക്രെഡിറ്റ്. പലപ്പോഴും പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ഒക്കെ നമുക്ക് ഡെഫേർഡ് ക്രെഡിറ്റിന് അവൈലബിൾ ആണ്, പല സ്ഥാപനങ്ങളും പ്രൊവൈഡ് ചെയ്യും. സോ നമുക്ക് പ്രോപ്പറായിട്ട് അത് ഇൻ്റർവെല്ലായിട്ട് അടച്ചു തീർക്കണം എന്ന് മാത്രം, വിത്ത് ഇൻട്രസ്റ്റ് നമുക്ക് പേ ചെയ്യണം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സാണ് ഡെഫേർഡ് ക്രെഡിറ്റ്. നമ്മൾ സാധാരണ കണ്ടുവരുന്നതാണ്. വളരെ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ആണെങ്കിൽ നമ്മൾ ഇൻ്റർവെല്ലായിട്ട് പേ ചെയ്ത് അവസാനിപ്പിക്കും. ദാറ്റ് ഈസ് ഡെഫേർഡ് ക്രെഡിറ്റ്. അതർ സോഴ്സിൽ വരുന്ന നമ്പർ 1 പോയിന്റ്. നമ്പർ 2, ബിൽസ് ഡിസ്കൗണ്ടിങ്. എല്ലാവർക്കും അറിയുന്നതും വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ് ബിൽസ് ഡിസ്കൗണ്ടിങ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. എന്താണ് ബിൽസ് ഡിസ്കൗണ്ടിങ് നടക്കുന്നത്? ദർ ഈസ് എ ബയർ, സെല്ലർ. സോ സെല്ലർ എന്ത് ചെയ്യണു, ഒരു എഗ്രിമെൻറ്റ്, സെല്ലറാണെങ്കിൽ നമ്മൾ പറയുക ഡ്രോയി ആണ് ഈ പറയുന്ന ബയർ. സോ രണ്ടുപേരും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് വയ്ക്കുന്നു, അതിൽ സൈൻ ചെയ്യുന്നു. മേക്കർ ഓഫ് ദി ബിൽ എന്ന് പറയുന്നത് സെല്ലറാണ് അല്ലെങ്കിൽ ഡ്രോയറാണ്. ഒരു 5-6 മാസം ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിനെ നമ്മൾ വിൽക്കുന്നതാണ്, എന്തെങ്കിലും പ്രോഡക്റ്റ് വിൽക്കുന്നതായിരിക്കും. ഈ മെച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞാൽ 5 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈസ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഗ്രിമെൻ്റാണ് നമ്മൾ ബിൽ മീൻസ് എൻ എഗ്രിമെൻ്റാണ്. ബയ്യറും സെല്ലറും തമ്മിലൊരു എഗ്രിമെൻ്റാണ്. സോ ആ എഗ്രിമെൻറ്റ് സെല്ലറുടെ കയ്യിലുണ്ടായിരിക്കും, ഡ്രോയറുടെ കയ്യിലുണ്ടായിരിക്കും. ഓക്കെ, സോ 5 മാസം കഴിഞ്ഞാൽ ഈ പറയുന്ന ബയ്യർ സെല്ലർക്ക് പൈസ കൊടുക്കും. പക്ഷേ അത്ര ടൈം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം ആർക്കില്ല? സെല്ലർക്കില്ല അല്ലെങ്കിൽ ഡ്രോയർക്കില്ല.
സോ ഈ പറയുന്ന സെല്ലർ ഈ ബില്ല് ഈ എഗ്രിമെൻറ്റ് അയാളുടെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യാണ് ചെയ്യുക. സോ ഒരു 1 lakh rupeesൻ്റെ ബില്ലാണെങ്കിൽ ഈ 1 lakh rupeesൻ്റെ ബില്ല് അയാളുടെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യും. സോ 1 lakh rupeesന് പകരം കുറച്ച് കമ്മീഷൻ ബാങ്ക് പിടിച്ച്, ഫോർ എക്സാമ്പിൾ ഒരു 97,000 95,000 പൈസ ബാങ്ക് ഈ പറയുന്ന സെല്ലർക്ക് അപ്പോൾ തന്നെ കൊടുക്കും. സോ 5 മാസം കഴിഞ്ഞ് കിട്ടുമായിരുന്ന പൈസ ഇപ്പോൾ തന്നെ സെല്ലർക്ക് അവൈലബിൾ ആവാണ്. സോ ദാറ്റ്സ് അനദർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് എന്ന് പറയും ബിൽസ് ഡിസ്കൗണ്ടിങ്. ഈ പറയുന്ന ബില്ല് സെല്ലർക്ക് അയാളുടെ ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഫണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദാറ്റ്സ് ഈ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് അതർ സോഴ്സിൽ വരുന്ന രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ആൻഡ് മൂവിങ് ടു ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, സീഡ് ക്യാപിറ്റൽ. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു മെത്തഡാണ് സീഡ് ക്യാപിറ്റൽ. സീഡ് ക്യാപിറ്റൽ മീൻസ് ഒരു ഇൻവെസ്റ്റർക്ക് അയാളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ടപ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വേണ്ടി വരുന്ന ഫണ്ടിനെയാണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് സീഡ് ക്യാപിറ്റൽ ബിഗിനിങ്ങിൽ തന്നെ വേണം. ഇനീഷ്യൽ വേണ്ട ഫണ്ടിനെയാണ് പറയുക സീഡ് ക്യാപിറ്റൽ. മെയിൻലി 2 types ഓഫ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് ആണ് വരുന്നത്. അതിൽ നമ്പർ 1 സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്, നമ്പർ 2 റിസ്ക് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. ഇങ്ങനെ രണ്ടെണ്ണമാണ് വരുന്നത്. സോ അതിൽ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1976 തൊട്ട് കൊടുത്ത ഒരു ഫണ്ടാണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് സ്കീം എന്ന് പറഞ്ഞാൽ. സോ ഏറ്റവും കാലിബറുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള പല ആൾക്കാരും ബിസിനസ്സിലോട്ട് പല പ്രോജക്റ്റിലോട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് അപ് ടു 15 lakhs 15 ലക്ഷം വരെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടത് IDBI സ്കീമിലൂടെ പ്രൊവൈഡ് ചെയ്യും. സോ 1976 മുതൽ IDBI കൊടുക്കുന്ന ഒരു സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് സ്കീമാണ്. ഓക്കെ, സോ അതിനാണ് പറയുക സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് 15 lakhs വരെ കിട്ടും. ഇനി നമ്പർ 2 റിസ്ക് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് അത് പ്രൊവൈഡ് ചെയ്യുന്നത് IFC ആണ്. IFCI, ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 40 lakhs വരെ കിട്ടുന്നതാണ്. സോ ഒരു സ്റ്റാർട്ടപ്സിൻ്റെ ബിഗിനിങ്ങിൽ ഇനീഷ്യൽ ആയിട്ട് നമുക്ക് വേണ്ടി വരുന്ന ഫണ്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന IDBIയിലൂടെയും IFCIയിലൂടെയും. ഓക്കെ, സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. ഒരു ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഔട്ട്സൈഡ് കൺട്രിയിൽ നിന്ന് നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് സോഴ്സസ് ആണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്ത്. നമ്പർ 1 ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ്, നമ്പർ 2 ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോണ്ട്സ്, ദെൻ നമ്പർ 3 എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ്, ദെൻ അതർ സോഴ്സിൽ ഞാൻ പറഞ്ഞു ഡെഫേർഡ് ക്രെഡിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാം, ബിൽസ് ഡിസ്കൗണ്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യാം, ദെൻ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഷോർട്ട് ടൈം സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണ്. സോ അത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. സോ ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.